ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പുതിയ സംഖ്യകൾ ന്യൂ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 29 രണ്ടാമത്തെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ നമ്മളോട് ചോദ്യം പറഞ്ഞാൽ എന്താ, ഒരു സമഭുജ ത്രികോണത്തിനെ ഒരു മൂലയിലൂടെ മുറിച്ച് 2 സമഭാഗങ്ങളാക്കിയാണ് ചുവടെ കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഇവയിൽ ഒന്നിൻ്റെ ചുറ്റളവ് എത്ര മീറ്റർ ആണ് എന്നാണ്. അപ്പം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താ? അവിടെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യനും കാണാം. ദ പിക്ചർ ബിലോ ഷോസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കട്ട് ഇൻ ടു 2 triangles along a line through the middle. അതായത് നമ്മുടെ കയ്യിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്താ? 3 സൈഡ്സും ഒരേ നീളമുള്ള ത്രികോണത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? സമഭുജ ത്രികോണം അഥവാ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയാം. നമ്മളോട് പറഞ്ഞു ചിത്രത്തിൽ തന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 3 വശവും, ചോദ്യത്തിൽ ഇതും 2 ഇതും 2. അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് ഈ മൂന്നാമത്തെ വശവും 2 എന്നല്ലേ? ഇങ്ങനെയുള്ള ഒരു ത്രികോണത്തിൻ്റെ മുകളിലത്തെ മൂലയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? താഴോട്ട് വരച്ചിട്ട് ഈ ത്രികോണത്തിനെ 2 ത്രികോണങ്ങളാക്കി മാറ്റി. 2 ത്രികോണം കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇതും 2 സെൻറ്റിമീറ്റർ, ഇതും 2 സെൻറ്റിമീറ്റർ, ഇതും 2 സെൻറ്റിമീറ്റർ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ മുറിച്ച് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് 2 ത്രികോണങ്ങളായിട്ട് കിട്ടി. അപ്പോൾ ഈ താഴത്തെ 2 സെൻറ്റിമീറ്റർ എന്നുള്ളത് പകുതിയായിട്ട് ഈ നീളം 1 സെൻറ്റിമീറ്റർ, ഇവിടെയും 1 സെൻറ്റിമീറ്റർ എന്ന രീതിയിൽ കിട്ടില്ലേ? അപ്പം നമുക്ക് ഈ ഒന്നാമത്തെ ത്രികോണത്തിൽ നമുക്ക് തന്ന ചിത്രത്തിൽ ആദ്യം നമുക്ക് എന്തെഴുതാം? ഇവിടെയും 1 മീറ്റർ എന്ന് എഴുതാം, ഇവിടെയും 1 മീറ്റർ എന്ന് എഴുതാം. എഴുതിക്കൂടെ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. കാരണം എന്താ, നമ്മളിപ്പോൾ പറഞ്ഞു ഇത് സമഭുജ ത്രികോണമാണ്, എല്ലാ വശങ്ങളും തുല്യമാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ. അപ്പോൾ ഇതും 2 ഇതും 2, ഇത് അവർ തരേണ്ട ആവശ്യമില്ല, ഇത് 2 ആയിരിക്കും. എന്നാൽ ഈ മുകളിലത്തെ മൂലയിൽ നിന്ന് താഴേക്ക് നമ്മൾ നേരെ ഒരു കുത്തനെ വര വരയ്ക്കുമ്പം സ്വാഭാവികമായിട്ട് ഇത് 2 തുല്യ ഭാഗങ്ങളായിട്ട് മാറുന്നു, ഈക്വൽ പാർട്സ്. അപ്പം ഇത് ടോട്ടൽ 2 ആണെങ്കിൽ ഇതൊരു മീറ്റർ എന്ന രീതിയിലല്ലേ ഇത് പാർട്ടായിട്ട് മാറാം. എന്നിട്ട് നമ്മളോട് ചോദിച്ചു, ഇവയിൽ ഒന്നിൻ്റെ ചുറ്റളവ്, വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് വൺ ഓഫ് ദീസ്? നമുക്ക് കിട്ടിയിട്ടുള്ള ഈ 2 ത്രികോണങ്ങളിൽ ഒന്നിൻ്റെ ചുറ്റളവ് കാണണം. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ, ചുറ്റുമുള്ള അളവിനെയല്ലേ ചുറ്റളവ് എന്ന് പറയാം. അപ്പം നമ്മൾ ഒരു ത്രികോണത്തിനെ മാത്രം എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്ക്, ഈ ഒരു ത്രികോണത്തിനെ ഇതിന് മാത്രം എടുക്കും. ഇതിനൊരു പേര് കൊടുക്കാം. എന്താ നമ്മൾ പേര് കൊടുക്കുക? എ ബി സി. ആരാ എ ബി സി എന്ന് ശ്രദ്ധിക്കണേ. ഈ സൈഡിലുള്ള ത്രികോണം കണ്ടോ, ഒരാളെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതായത് ഇങ്ങനെ ഒരു ത്രികോണം മാത്രം, അതേപോലെ ഒന്ന് ഇങ്ങോട്ടും ഉണ്ട്. പക്ഷെ നമ്മൾ ഒരാളെ കാര്യമല്ലേ നമ്മളോട് ചോദിച്ചത്, വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഈ 2 ആളും ഒരേ ഷേപ്പ് അല്ലേ? അപ്പോൾ ഒരാളെ കാര്യം കണ്ടാൽ 2 പേർക്കും അത് ബാധകമാണല്ലേ? ഇയാളെ ചുറ്റളവ് തന്നെയായിരിക്കും രണ്ടാമത്തെ വലത്തോട്ടുള്ള ഈ ത്രികോണത്തിൻ്റെ ചുറ്റളവും. ഉറപ്പാണല്ലോ. കാരണം ഒരു ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെ, 3 വശവും തുല്യമായിട്ടുള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ നമ്മൾ 2 പീസാക്കിയത്. അപ്പോൾ ഈ 2 കഷ്ണങ്ങളും 2 ത്രികോണങ്ങളും തുല്യമാണ് അല്ലേ? അപ്പോൾ നമ്മളോട് ചോദിച്ചത് ഒന്നിൻ്റെ ചുറ്റളവ്. അപ്പോൾ നമുക്ക് ഒന്നിൻ്റെ ചുറ്റളവ് നോക്കാം. നമ്മൾ നോക്കുന്ന സമയത്ത് ചുറ്റുമുള്ള അളവ് നോക്കുമ്പോൾ ഇവിടെ 2 മീറ്റർ ഉണ്ട്. ഈ നമുക്ക് വേണ്ടതല്ലേ? അപ്പോൾ ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി വരച്ചാൽ, ഇതാണ് നമ്മുടെ ത്രികോണം എന്ന് വിചാരിക്കും. ഒരു കഷ്ണം മാത്രമാണ് വരച്ചത്. ഇത് എ, ഇത് സി, ഇത് ബി, ശരിയല്ലേ? ഇതിൽ നമുക്ക് ചുറ്റുമുള്ള അളവ് കാണണമെങ്കിൽ ഈ എ ബിയുടെ നീളവും എ സിയുടെ നീളവും ബി സിയുടെ നീളവും തമ്മിൽ കൂട്ടണ്ടേ? അപ്പം മിസ് എന്ത് ചെയ്യുന്നു? എ ബിയുടെ നീളം 2 എന്ന് ചോദ്യത്തിലുണ്ട്. എ സിയുടെ നീളം നമ്മൾ ഇപ്പോൾ പറഞ്ഞു 2 തുല്യ ഭാഗങ്ങളോ, അപ്പോൾ 1 എന്നുണ്ട്. എടാ, പക്ഷേ ചുറ്റളവ് കാണണമെങ്കിൽ ചുറ്റുമുള്ള അളവ് വേണ്ടേ? അപ്പം നോക്കുന്ന സമയത്ത് ഈ മൂന്നാമത്തെ വശം മിസ്സിങ് അല്ലേ? ഇയാളെയും കൂടെ കിട്ടിയാലല്ലേ നമുക്ക് ചുറ്റളവ് കാണാൻ പറ്റുള്ളൂ. ഈ 3 വശവും കൂട്ടണം. അപ്പം നമ്മുടെ ലക്ഷ്യം എന്താ? ഈ ത്രികോണത്തിൻ്റെ ട്രയാങ്കിളിൻ്റെ 3rd സൈഡ് കണ്ടുപിടിക്കുക. മൂന്നാമത്തെ വശം കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതിനു മുന്നേ നമ്മൾ ഇതൊരു കാര്യം മനസ്സിലാക്കണം. ഇതെന്ത് ത്രികോണാണെന്ന് മനസ്സിലാക്കുക.
ഇതൊരു മട്ട ത്രികോണമാണ്, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. നമ്മൾ 2 ക്ലാസ്സിലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണ് മട്ട ത്രികോണം അല്ലേ. ഒരു കോണളവ്, ഒരു ആംഗിൾ 90 ഡിഗ്രി വരുന്നതിനെയാണ് മട്ട ത്രികോണം എന്ന് വിളിക്കാം. അതായത് നേരെ കുത്തനെ താഴോട്ട് വരയ്ക്കുന്ന ഈ വര ഇവിടെ എത്ര ഡിഗ്രിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്? ഇവിടെയും 90 ഡിഗ്രി, ഇവിടെയും 90 ഡിഗ്രി അല്ലേ. അപ്പം ഇവിടെ 90 ഡിഗ്രിയാന്ന് മനസ്സിലായി അല്ലേ. 90 എഴുതണ്ട, നമ്മൾ മാർക്ക് ചെയ്താൽ തന്നെ ഇത് 90 ഡിഗ്രീനെയാണ് കാണിക്കുന്നത്. അപ്പം ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ 2 സൈഡ് അറിയാമെങ്കിൽ 3ാമത്തെ സൈഡ് കാണാനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഉടനീളം ചെയ്യുന്ന പൈതഗോറസ് തിയറം ആണല്ലോ. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ചോദ്യം ചെയ്തവരാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ചെയ്യാൻ പോവാ. എടാ മട്ട ത്രികോണത്തിനുള്ളതല്ലേ പൈതഗോറസ് തിയറം? എന്തായിരുന്നു പൈതഗോറസ് തിയറം? അത് ഓർമ്മയില്ലാതെ ഒരാൾ പോലും ഇരിക്കരുത്, നമ്മൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞതാ. എന്താ? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ, അല്ലെങ്കിൽ മലയാളത്തിൽ എന്താ പറയാം, കർണം സ്ക്വയർ അല്ലേ. മിസ് മൊത്തം എഴുതുന്നില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, ശരിയല്ലേ? അപ്പം നമ്മൾ ചിന്തിക്കും, എന്താ ഹൈപ്പോട്ന്യൂസ്, ബേസ്, ഹൈറ്റ് അറിയാത്തവരില്ലല്ലോ അല്ലേ. അറിയാതിരിക്കരുത്, മിസ് പറഞ്ഞു, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യമാണ്. ഒന്നുകൂടി പെട്ടെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള നീളം കൂടിയ വശമാണ് ഹൈപ്പോട്ന്യൂസ് അഥവാ കർണം അല്ലേ. ഈ താഴെയുള്ള പാദഭാഗമാണ് ബേസ് അഥവാ പാദം, കുത്തനെ നിൽക്കുന്നതാണ് ലംബം അഥവാ ഉയരം. അപ്പോൾ ഈ ഇക്വേഷൻ കറക്റ്റ് പഠിക്കുക. എവിടെയാണ് സമം, എവിടെയാണ് പ്ലസ് എന്നൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഈ കാര്യം നമുക്കൊന്ന് ലെറ്റർ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തൂടെ. ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ നീളം കൂടിയ വശം അല്ലേ. അപ്പോൾ ഹൈപ്പോട്ടിന്യൂസിന് പകരം നമുക്ക് എന്ത് എഴുതാം? AB എന്ന് എഴുതിക്കൂടെ അല്ലേ. AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോട്ടിന്യൂസിൻ്റെ നീളമല്ലേ. എയും ബിയും കണക്ട് ചെയ്യുന്ന വര AB സ്ക്വയർ സമം അല്ലേ. ബേസ് പാദം AC ആണ്, എയും സിയും. ലംബം എന്ന് പറയുന്നത് BC ആണ്. അപ്പോൾ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു പേര് കൊടുത്തതിനനുസരിച്ച് ABCക്ക് അനുസരിച്ച് AB സ്ക്വയർ സമം AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ, ശരിയല്ലേ? അപ്പം ഇനി നമ്മൾ ഇത് വെച്ച് പറയണമെന്നില്ല, ഇതിൽ നിന്നാണ് ഇക്വേഷൻ എഴുതിയത് കേട്ടോ. ഹൈപ്പോട്ടിന്യൂസ് ആണ് AB, ബേസ് ആണ് AC, ഹൈറ്റ് ആണ് BC. അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് അറിയുന്ന വിലകളൊക്കെ കൊടുക്കാം. AB നമുക്ക് അറിയാലോ, ഹൈപ്പോട്ടിന്യൂസിൻ്റെ നീളം എത്രയാ? 2 ആണ്. അപ്പോൾ ABക്ക് പകരം 2 സ്ക്വയർ, ഈ വർഗം എഴുതാൻ മറന്നു പോകരുത് കേട്ടോ, സ്ക്വയർ എഴുതാൻ വേണ്ടിയിട്ട്. ഇനി AC എന്ന് പറഞ്ഞാൽ പാദത്തിൻ്റെ നീളം 1 ആണ്, കാരണം ഇത് മൊത്തം 2, ഇത് പകുതിയായി അല്ലേ. അപ്പം 1 സ്ക്വയർ പ്ലസ്, ഇനി BC അറിയോ നോക്ക്. ഈ ഉയരം അറിയില്ലല്ലോ, നമ്മളോട് ചുറ്റളവ് കാണാൻ പറഞ്ഞപ്പോൾ 3ഉം കൂടി കാണേണ്ടിയിരുന്നു. ഇതറിയാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്യാൻ നിന്നത് അല്ലേ. അപ്പോൾ BCക്ക് പകരം നമുക്ക് എന്തെന്ന് തന്നെ എഴുതാം? BC എന്ന് തന്നെ എഴുതാം, ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് 2ൻ്റെ സ്ക്വയർ എത്രയാ? 2 × 2 2 × 2 4 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 4 സമം 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 × 1 എന്ന് തന്നെ വരും. BC സ്ക്വയർ എന്ന് തന്നെ എഴുതുന്നേ. ഇനി ഇവിടെ നോക്ക്, നമുക്ക് BC സ്ക്വയർ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പം എന്താണോ കാണേണ്ടത് അത് ഒരു ഭാഗത്ത് വെക്കുന്നു. അപ്പോൾ BC സ്ക്വയർ ഇവിടെ തന്നെ നിൽക്കട്ടെ. ഈ +1 ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ എന്താവും? നമുക്കറിയാം, പ്ലസ്സിന് സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് മാറ്റുമ്പോൾ മൈനസ് ആവും അല്ലേ. അപ്പോൾ നമ്മൾ 4 ഇവിടെ തന്നെ എഴുതുന്നു. +1 എഴുതുമ്പോൾ മാറ്റുമ്പോൾ ശ്രദ്ധിക്കണേ, ഇവിടെ ആദ്യം എന്തുണ്ടോ അത് ഓൾറെഡി എഴുതണം. നമ്മൾ ഇക്വേഷനൊക്കെ ഒരുപാട് സോൾവ് ചെയ്ത ആൾക്കാർ. അപ്പോൾ ഈ 4 ഇവിടെ തന്നെ വെച്ചു. +1 ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് 1 ആയി? -1 ആയി, ശരിയല്ലേ. ഈക്വൽ ടു BC സ്ക്വയർ. 4ൽ നിന്ന് 1 കുറച്ച് എത്ര വരും? 3 എന്ന് വരും. 3 സമം BC സ്ക്വയർ. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, BCൻ്റെ സ്ക്വയർ ആണോ നമുക്ക് വേണ്ടത്? അല്ലല്ലോ, വെറും BC അല്ലേ വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ ഒഴിവാക്കണം. എങ്ങനെയാണ് സ്ക്വയർ ഒഴിവാക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. സ്ക്വയർ റൂട്ട് എടുത്താൽ സ്ക്വയർ ഒഴിവാക്കാം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോൾ റൂട്ടാവും. ശരിക്കും ചെയ്യുന്നത് 2 ഭാഗത്ത് സ്ക്വയർ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാം. സ്ക്വയർ മാറ്റുമ്പോൾ ഇപ്പുറത്ത് റൂട്ട് ഇട്ട് കൊടുക്കുക. സിമ്പിളായിട്ട് അങ്ങനെ ചിന്തിക്കാം. അപ്പോൾ BC സ്ക്വയറിനെ വെറും BC ആക്കണമെങ്കിൽ നമ്മൾ ഇതിനെ √3 എന്ന് എഴുതണം. സംഭവം ക്ലിയർ ആയോ? അപ്പം നിങ്ങൾ നോക്ക്, ഈ BCയുടെ നീളം നമുക്ക് കിട്ടി. എത്ര കിട്ടി? √3 എന്ന് കിട്ടി. അപ്പം ഈ ത്രികോണത്തിൻ്റെ 3 വശവും കിട്ടിയില്ലേ. ഇനി നമ്മളോട് ചുറ്റളവ് എഴുതാൻ പറഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇത് നോക്ക്, ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താ? ഇവയിൽ ഒന്നിൻ്റെ ചുറ്റളവ് എത്ര മീറ്റർ ആണ്? അപ്പോൾ ചുറ്റളവ് നമുക്കറിയാലോ. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 3 വശവും കൂടി കൂട്ടുക അല്ലേ. അപ്പോൾ ഒന്നാമത്തതിൻ്റെ ഉത്തരമായിട്ട് ചുറ്റളവ്
അല്ലെങ്കിൽ എന്ത് പറയാം, പെരിമീറ്റർ സമം 3 വശം അല്ലേ. ഏതൊക്കെ നീളങ്ങളാ, എ ബിയും ബി സിയും എ സിയും 3 വശങ്ങൾ കൂട്ടുന്നു. എങ്ങനെ വേണമെങ്കിലും ഓർഡർ എഴുതാം കേട്ടോ. ചുറ്റുമുള്ള അളവുകൾ എ ബി എന്ന് പറഞ്ഞാൽ 2 മീറ്ററാണ്. ബി സി എന്ന് പറഞ്ഞാൽ എത്രയാ, ഇപ്പം കണ്ടുപിടിച്ചു, √3 എ സി എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, ഇനി നോക്ക്, ഇവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കൂട്ടേണ്ടത് അറിയാലോ അല്ലേ. 2ഉം √3 കൂട്ടിയിട്ട് √5 എന്നൊന്നും എഴുതാൻ പാടില്ല കേട്ടോ. √3 നിങ്ങൾക്ക് വേറെ ആരായിട്ടും കൂട്ടാൻ പറ്റുമൊന്നുമില്ല. √3 എന്ന് പറയുന്നത് വേറെ തന്നെ ഒരാളാണ്. അപ്പം അതങ്ങനെ തന്നെ വെക്കുന്നു. പക്ഷെ 2ഉം 1ഉം തമ്മിൽ കൂട്ടാലോ. 2ഉം 1ഉം കൂട്ടിയാൽ എത്ര കിട്ടും, 3 എന്ന് കിട്ടും. അപ്പം 3 + √3 എന്ന് കിട്ടും. ശരിയല്ലേ. 3 + √3 3 + √3 3 √3 എന്നും എഴുതാൻ പറ്റൂല, √6 എന്നും എഴുതാൻ പറ്റൂല. അങ്ങനെയൊന്നും എഴുതി തെറ്റിക്കരുത്. അപ്പം നമുക്കിവിടെ ഒരേ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, √3 വില അറിയാം. ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. √3 വില എത്രയായിരുന്നു, 1.732 അല്ലെ 73, 2 വാല്യൂ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 3 + 1.732 എന്ന് എഴുതുന്നു. ഓക്കെ, ഇനി 3നോട് 3 + 1.732 എത്രയാ, 3നോട് 1 കൂട്ടിയാൽ 4 അല്ലേ. അപ്പം 4.732 എന്ന് എഴുതാം. ഓക്കെ അല്ലേ. 4.732 ചുറ്റളവ് മീറ്ററിലല്ലേ ചോദ്യം. അപ്പോൾ മീറ്റർ അഥവാ എം എന്ന് എഴുതാം. സിമ്പിളായിട്ട് കിട്ടിയില്ലേ. 3 സൈഡും കൂട്ടിയിട്ട് നമ്മൾ ചുറ്റളവ് കണ്ടു. ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട്, മുഴുവൻ ത്രികോണത്തേക്കാൾ ചുറ്റളവ് എത്ര കുറഞ്ഞു. അതായത് ഈ മുഴുവൻ ത്രികോണത്തിൻ്റെ ചുറ്റളവ് വേറൊരു നമ്പർ അല്ലേ, അതിനേക്കാൾ അത്ര ചുറ്റളവ് എന്തായാലും ഇവിടെ വരൂലല്ലോ. ഈ മുഴുവൻ ത്രികോണത്തിനേക്കാളും ചെറുതല്ലേ പകുതി ത്രികോണം എന്ന് പറയുന്നത്. അപ്പം ഈ വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവിനേക്കാൾ എത്ര കുറവാണ് ചെറുതിൻ്റെ എന്നല്ലേ. അപ്പം എന്ത് കണ്ടാൽ മതി, ഈ വലിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാം. എന്നിട്ട് ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ നമുക്ക് ഓൾറെഡി കിട്ടിയല്ലോ, അത് കുറച്ചാൽ പോരെ. ഈ വലുതിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് കണ്ടുപിടിക്കുന്നു, അതിൽ നിന്ന് ചെറുതിൻ്റെത് കുറയ്ക്കുക. അപ്പം നമുക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം കിട്ടൂലേ, എത്ര കൂടുതലാണ് എന്നുള്ളത് അല്ലേ. എത്ര കുറഞ്ഞു എത്ര കൂടുതൽ എന്നുള്ള, മുഴുവൻ ത്രികോണത്തെക്കാൾ എത്ര കുറവായിരിക്കും ചെറുതിൻ്റെ ചുറ്റളവ് എന്നാ. ഹൗ മച്ച് ഈസ് ലെസ് ദാൻ ദ പെരിമീറ്റർ ഓഫ് ഹോൾ ട്രയാങ്കിൾ. അപ്പം നമ്മൾ ആദ്യം എന്തെഴുതണം, ആദ്യം വലിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം അല്ലേ. പെരിമീറ്റർ ഓഫ് ലാർജ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ഹോൾ ട്രയാങ്കിൾ, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ആണ്. വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എത്ര വരും. അത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ. വലിയ ത്രികോണം എന്ന് പറയുന്നത് ഇതല്ലേ, ഈ 3 സൈഡും കൂടി കൂടിയതല്ലേ. ഇത് എന്താണോ നമ്മൾ പറഞ്ഞു, ഇക്വിലാറ്ററൽ ട്രയാങ്കിളാ, 3 വശവും കൂടി കൂട്ടിയാൽ മതി അല്ലേ. അപ്പം ഇതും 2 മീറ്റർ, ഇതും 2 മീറ്റർ, ഇതും 2 മീറ്റർ. അപ്പം 3ഉം കൂടി കൂട്ടിയാൽ എത്ര വരും, 2 + 2 + 2 ടോട്ടൽ എത്ര വരും, 6 എന്ന് വരും അല്ലേ. 3 വശങ്ങൾ കൂടി കൂട്ടിയാൽ മതി. അപ്പം 2 + 2 + 2 = 6 മീറ്റർ എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, ഇനി നമുക്കിത് തമ്മിലുള്ള വ്യത്യാസം കൂടി എഴുതാം. അതായത് വലിയ ത്രികോണത്തേക്കാൾ എത്ര കുറവാണ് ചെറുത് അല്ലേ. വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ് എത്ര ചെറുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവ തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ പോരെ. അപ്പോൾ എന്ത് ചെയ്യുന്നു, വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് പെരിമീറ്ററിൽ നിന്ന് ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് കുറയ്ക്കുന്നു. അങ്ങനെ എഴുതണ്ടല്ലോ, മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ വ്യത്യാസം കിട്ടും. ഒരു ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 4.732 എന്ന്, അത് കുറച്ചാൽ പോരെ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഡെസിമൽ നമ്പർ ദശാംശ സംഖ്യ എങ്ങനെയാണ് കുറയ്ക്കുക, 6 - 4.732 എന്നാണ്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം ഒന്ന് വൃത്തിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ദശാംശം കഴിഞ്ഞിട്ട് 3 നമ്പർ ഇല്ലേ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് നമ്പർ ഒന്നുമില്ല അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനല്ലേ ചെയ്യാനുള്ള എളുപ്പത്തിന് നമ്മൾ ഒരു 0 ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ 6ന് പകരം 6.000 എന്ന് എഴുതിയാലും ഒരു തെറ്റുമില്ല. കാരണം നമുക്ക് കുറയ്ക്കാൻ വേണ്ടി. ഇനി കുറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ദശാംശ സംഖ്യ എങ്ങനെയാണ് കുറയ്ക്കുക,
നമ്മൾ പഠിച്ചതാ അത്. ഇതൊക്കെ ചെയ്തിട്ട് അത് പോയി തെറ്റിക്കരുത്. 0-ൽ നിന്ന് 2 കുറയ്ക്കാം. ഇത് കൂട്ടാനാണെങ്കിൽ എളുപ്പം അല്ലേ, 2, 3, 7 എന്ന് എഴുതി വെച്ചാൽ മതി. പക്ഷെ കുറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, 0-ൽ നിന്ന് 2 കുറയ്ക്കൂല. അപ്പോൾ ഇപ്പുറത്തുനിന്ന് കട എടുക്കണം. പക്ഷെ കട എടുക്കുക, ഇപ്പുറത്തും 0, ഇപ്പുറത്തും 0. അപ്പം നമ്മൾ എവിടെ നിന്ന് കട എടുത്ത് പോകണം? ഇങ്ങനെ കട എടുത്ത് ഇവിടെ എത്തണം അല്ലേ. അപ്പോൾ ഇവിടെ എന്താവും? 0 എന്നുള്ളത് മാറിയിട്ട് 10 ആവില്ലേ? 10-ൽ നിന്ന് 2 കുറച്ചാൽ എത്ര കിട്ടും? 8 എന്ന് കിട്ടും. ശരിയല്ലേ? ഓക്കെ. ഇനി ഇവിടെ നിന്ന് നമ്മൾ കട എടുത്തില്ലേ, ഇവിടെ 10 ആയിരുന്നു. 10-ൽ നിന്ന് 1 അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ 9 ഇനി ബാക്കിയുള്ളൂ. ഈ 9-ൽ നിന്ന് 3 കുറച്ചാൽ എത്ര വരും? നമുക്കറിയാമല്ലോ അല്ലേ കട എടുക്കുന്ന പരിപാടി. 6-ൽ നിന്ന് 1 അങ്ങോട്ട് പോയപ്പോൾ ഇത് 10, പിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകണം. ഇവിടെയൊക്കെ 0 ഇല്ല. അപ്പോൾ ഇത് 9, ഇവിടുത്തെ 10 ആവും. 10-ന്ന് പിന്നെ അങ്ങോട്ട് പോയാൽ ഇത് 10. ബാക്കി ഈ 2 0-ൻ്റെ സ്ഥാനത്തും ആരാ ഉണ്ടാവുക? 9 ആണ് ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ 9-ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 6 എന്ന് കിട്ടും. ഇവിടെ 9, 9-ൽ നിന്ന് 7 പോയാൽ 2 എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി ഇവിടെ നമുക്ക് 6 ഉണ്ടോ? 6-ൽ നിന്നൊന്ന് അങ്ങോട്ട് കടം പോയില്ലേ. അപ്പോൾ നമുക്ക് എന്തായി? 5 എന്നായില്ലേ. 5-ൽ നിന്ന് 4 കുറച്ചാൽ എത്ര വരും? 1 എന്ന് വരും. അപ്പോൾ നമ്മുടെ ഫൈനൽ ഉത്തരം എത്ര കിട്ടും? 1.268 എന്ന് വരും. സിമ്പിൾ അല്ലേ? 1.268 മീറ്റർ, അഥവാ M എന്ന് എഴുതാം കേട്ടോ ഇംഗ്ലീഷ് മീഡിയക്കാർ. അതായത് ഇതിൻ്റെ അർത്ഥം എന്താ? ഈ വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവിനേക്കാൾ 1.268 മീറ്റർ കുറവാണ് ഈ ത്രികോണത്തിൻ്റെ ചുറ്റളവ്. ചെറുത് 1-ൻ്റെ ചുറ്റളവ്. അതാണ് നമ്മൾ വ്യത്യാസം കണ്ടുപിടിച്ചത്. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയാം. ഈ ചാപ്റ്ററിൻ്റെ മുന്നേ ഉള്ള ചാപ്റ്ററിൻ്റെ എല്ലാ ചോദ്യങ്ങളും, ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളെ പ്ലേലിസ്റ്റിലുണ്ട് യൂട്യൂബ് ചാനൽ. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഇതിൻ്റെ മുന്നേ നമ്മൾ 2 ക്ലാസ് ഈ ചാപ്റ്ററിൻ്റെ ചെയ്തിട്ടുണ്ട്, അതും പോയി കാണുക. പൈതഗോറസിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളാണെന്നൊക്കെ പറഞ്ഞ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പോയി കാണുക കാണാത്തവരുണ്ടെങ്കിൽ. അപ്പം ഇനി നിങ്ങൾക്ക് പുതിയ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. എല്ലാവർക്കും താങ്ക്